എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 5 വാക്യങ്ങളാണ് ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് ഈടുറ്റ ലേഖനമെന്നും ലേഖനങ്ങളുടെ റാണി എന്നും വിശേഷിപ്പിക്കുന്നത് എഫേസ്യ ലേഖനത്തെയാണ്. എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ റോമർക്കെഴുതിയ ലേഖനമൊക്കെ പഠിച്ചാൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശം എന്താണെന്നും നാം അനുഭവിക്കുന്ന കൃപ എന്താണെന്നും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു ചിന്തകളിലൂടെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ദൂതനെ വിവരിക്കാവുന്നിടത്തോളം വിവരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, അത് ആർക്കും വായിക്കാൻ തോന്നും. കാര്യം ഈ അധ്യായം തുടങ്ങുമ്പോഴേ പറയും, പൗലോസ് പറയും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് ചോദിച്ചാൽ, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പം നിന്നെ വീണ്ടെടുത്തു, നിന്നെ ദത്തെടുത്തു, നിന്നെ തെരഞ്ഞെടുത്തു എന്ന പ്രയോഗങ്ങളൊക്കെ പൗലോസ് വെളിപ്പെടുത്തിക്കൊണ്ടുവരിക. ആ പൗലോസ് എഫെസ്യ ലേഖനത്തിനകത്ത് എഫെസോസിലെ സഭയെ പഠിപ്പിക്കുന്ന 2 പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ്ലീഹ 1-ാം അധ്യായത്തിൻ്റെ വായിക്കണമെന്നില്ല, 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന. എഫെസോസിലെ സഭയെ പ്രാർത്ഥന എന്താണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് 2 ആശയങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, ദൈവസഭയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 2, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളക്കാൻ പറ്റാത്ത ദൈവശക്തിയുടെ വ്യാപാരം എന്താണെന്ന് സഭ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുക, അതിന് പൗലോസ് പ്രാർത്ഥിക്കുന്നെന്നാണ് പറയുന്നത്. നമ്മളിൽ പലരും വീട് വെക്കാനും കാറ് വാങ്ങിക്കാനും കുഞ്ഞിനെ യാത്രയക്കാനും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കേട്ടോണം, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ആത്മീകമായിട്ട് വളരാൻ കൊതിക്കുന്നൊരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ട ഭാഗങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ വീട് പണിയുന്നു, മറ്റുള്ളവർ കാറ് വാങ്ങിക്കുന്നു, മറ്റുള്ളവർ തോട്ടം വാങ്ങിക്കുന്നു, മറ്റുള്ളവർ ജോലിക്ക് വേണ്ടി പെടാപ്പാടുപെടുന്നു. അവരിൽ വെച്ച് നീ വ്യത്യസ്തനാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരവരുടെ ഭൗതിക ജീവിതം മാത്രം ശ്രദ്ധിക്കുമ്പോൾ നീ അതിനേക്കാൾ വിലയോടെ നിൻ്റെ ആത്മീക ജീവിതം ശ്രദ്ധിക്കുന്നു. സ്തോത്രം. ഒരാത്മീക വിടുതൽ നിൻ്റെ അകത്ത് നടന്നാൽ ശാരീരിക തലത്തിലും വിടുതലുകൾ വ്യാപരിക്കും. ഞാൻ അവിടെ എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. സഭ ബൈബിൾ പഠിപ്പിക്കുമ്പം ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവമാണ് സഭ. ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവമാണ്. നമ്മുടെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ചെവിയുണ്ട്. ഇതുപോലെ കണ്ണിൻ്റെ പ്രവൃത്തിയല്ല മൂക്കിന്, മൂക്കിൻ്റെ പ്രവൃത്തിയല്ല കൈക്ക്, കൈയുടെ പ്രവൃത്തിയല്ല വായ്ക്ക്, വായുടെ പ്രവൃത്തിയല്ല കാലിന്. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാലേ ശരീരമാകത്തുള്ളൂ.
ഇതുപോലെ യേശുക്രിസ്തുവെന്ന ശരീരത്തിൽ ഒരവയവത്തെ വേണമെന്ന് തോന്നുമ്പോഴാണ് കയ്യെ വേണമെന്ന് തോന്നുമ്പം കോട്ടയത്തേക്ക് തിരുവല്ലായുടെ പ്രാന്തപ്രദേശത്തുനിന്ന് കൈ കൊണ്ട് എന്തൊക്കെ പ്രയോഗം ചെയ്യാമോ അങ്ങനെ കഴിവുള്ള ഒരുത്തിനെ പൊക്കിയെടുത്ത് സഭയെന്ന ശരീരത്തോട് ദൈവം ഒട്ടിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സംസാരിക്കാൻ ചില വായ വേണമെന്ന് തോന്നിയാൽ വാ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ചിലതിനെ എടുത്ത് ദൈവസഭയോട് ചേർത്ത് ദൈവം ഒട്ടിക്കും. എന്തിനാ? സഭ ദൈവത്തിൻ്റെ ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. നാം അതിലെ അവയവങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിലോട്ട് നമ്മുടെ ചിന്തകളെ നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇവിടെ പൗലോസ് പറയാം, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എന്തുവാണ്? ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അതിനർത്ഥം എന്തുവാ? പുറത്തെ കണ്ണിന് കാഴ്ചയില്ലെന്നല്ല, അകത്തൊരു ഹൃദയ കണ്ണുണ്ട്, അത് തുറക്കണം. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, എലിശാ പ്രവാചകൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം പ്രസംഗിക്കാൻ വാക്യമൊന്നും വായിക്കാതെ ഞാൻ പറന്നു പോകാം. അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് എലിശാ പ്രവാചകൻ്റെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇരട്ടി അഭിഷേകത്തിൻ്റെ കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. അരാം രാജാവ് കൊട്ടാരത്തിൽ പറഞ്ഞു, ഇന്ന് നമുക്ക് സ്തോത്രം ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് തിരുവല്ലയിൽ നിന്ന് പ്രസംഗിക്കുവാന്ന് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ചെങ്ങന്നൂർ റൂട്ടിൽ കൂടെ വരണമെന്ന് പറഞ്ഞു. സ്തോത്രം. എലിശാ പ്രവാചകന് അരാം രാജാവിനെ, ഇസ്രായേൽ രാജാവിനെ വിവരം അറിയിച്ചു, ചെങ്ങന്നൂരിലൂടെ കഴിയുന്ന റോഡ് ബ്ലോക്ക് ചെയ്താൽ മതി, വേറെ ഒരു വഴിക്കൂടെ ശത്രു വരത്തില്ല, അതിലേ വരത്തുള്ളൂ. അരാം സൈന്യം വന്നപ്പം ചെങ്ങന്നൂർ തിരുവല്ല റോഡ് ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ സൈന്യം നിരന്ന് നിൽക്കുക. രാജാവ് തിരിച്ചുപോയി. പിറ്റേന്ന് തീരുമാനിച്ചു, എന്നാൽ കോഴഞ്ചേരി റോഡിൽ കൂടെ വരാമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി പ്രവാചകൻ പറഞ്ഞു, കോഴഞ്ചേരി റൂട്ട് ബ്ലോക്ക് ചെയ്തേക്കണം, അതിലേക്കൂടെ വരുന്നത് ശത്രു. സ്തോത്രം. രാവിലെ അവർ യുദ്ധത്തിന് ചെന്നപ്പോൾ അവിടെ രാജാവ് കോപിച്ച് കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഏതോ ചാരന്മാരുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു, രാജാവേ, ഇത് ചാരപ്പണിയൊന്നുമല്ല, അവിടെ ഒരു പ്രവാചകനുണ്ട്. നീ എന്തോ ഇവിടെ പറയുന്നോ അത് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുന്ന പോലെ അവൻ അവിടെ വെളിപ്പെട്ടു വരും. സ്തോത്രം. രാജാവ് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക, യുദ്ധം ഒരു ദിവസത്തേക്ക് നിർത്ത്, ഈ വെളിപ്പാട് പിടിക്കുന്നവനെ ആദ്യം ബന്ധിക്ക്. രാവിലെ എഴുന്നേറ്റപ്പോൾ ശത്രു സൈന്യം മുഴുവനും കൂടെ വന്ന് എലിശായുടെ വീടിനെ വളഞ്ഞു. എലിശായുടെ ഒരു ശിഷ്യൻ രാവിലെ കണ്ണ് തിരുമ്മി, ഒരു കൈ കണ്ണ് തിരുമ്മി മറ്റേ കൈ കട്ടൻ കാപ്പിയും പിടിച്ചോണ്ട് വീടിൻ്റെ മുറ്റത്തിറങ്ങിയപ്പോൾ ശത്രുക്കളെ കൊണ്ട് മുറ്റം നിറഞ്ഞിരിക്കുന്നു. ചാടി പെരയ്ക്കകത്ത് പ്രവാചകൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, പ്രവാചക, ശത്രു വീടിൻ്റെ മുമ്പിൽ നിരന്നിരിക്കുന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉടനെ പ്രവാചകൻ പറയുക, നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് ഇവൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ദൈവത്തിൻ്റെ സൈന്യത്തെ കാണാൻ ഇവൻ്റെ കണ്ണുകളെ തുറക്കണേ. ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ അവൻ പറയുക, എലീശായുടെ പുറകിൽ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, അകക്കണ്ണ് തുറന്നാലേ ദൈവത്തിൻ്റെ കാവൽ മനസ്സിലാകൂ. അകക്കണ്ണ് തുറന്നാലേ ശത്രുവിന് ബലമില്ലെന്ന് മനസ്സിലാകൂ. അകക്കണ്ണ് തുറന്നാലേ ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് വരത്തുള്ളൂ. ഒരാഭിചാരങ്ങൾക്കോ ഒരു മന്ത്രവാദങ്ങൾക്കോ ഒരു നേർച്ച കാഴ്ചകൾക്കോ ഒരു പൂജകൾക്കോ ഒരു ദുഷ്ടശക്തികൾക്കോ നിന്നെ തൊടാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നിന്റെ വീടിന് ചുറ്റും എത്ര വലിയ ശത്രു പാളയം ഇറങ്ങിയാലും, നിന്റെ എതിരാളി നിന്റെ ഓപ്പോസിറ്റ് താമസിച്ചാലും നിനക്ക് കുലുക്കമില്ലാത്തത് എന്താണ്? അകക്കകന്ന് തുറന്ന നീ പറയും, നീ ഒരുക്കിയ ശത്രുവിൻ്റെ ആയുധങ്ങളെക്കാൾ കടുപ്പമേറിയ ആയുധം പ്രാർത്ഥിക്കുന്ന എൻ്റെ ചുറ്റുമുണ്ട്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, എതിരാളികളെ ഭയപ്പെടരുതെന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, എതിരാളികളെ ഭയപ്പെടരുത്. പിശാചിനെ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ കാവൽ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയ കണ്ണ് തുറക്കണം. ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനുണ്ട്, കർത്താവേ, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണേ.
ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണ് തുറന്നാൽ പിന്നെ നിന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. കടബാധ്യത മാറിയിട്ടില്ല. ഞാനിപ്പോഴും ഒരു ദൂത് പറയാം. ഒരിക്കൽ കോടിക്കണക്കിന് രൂപ കടമുള്ളൊരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന് അതിഭയങ്കര കടബാധ്യതയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയ പന്തല് കെട്ടി പൈസ കൊടുക്കാനുള്ള ഒരു ധരണ ചെയ്തുകൊണ്ടിരിക്കുക. ലാലുവിനൊക്കെ അറിയാം, ആളെ ധരണ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പുള്ളിയുടെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സൈഡിലത്തെ ഡോറിൽ കൂടെ പുള്ളിക്കാരനെ എന്നെയും വിളിച്ചുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ ഇപ്പോൾ ചെന്ന് കയറി. ദൈവത്തിന് സ്തോത്രം. ഞാനവിടെ ചെന്നപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, ഇവൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇവൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം, ഇവൻ്റെ കണ്ണ് തുറക്കാൻ. സ്തോത്രം. അവൻ്റെ കണ്ണ് ദൈവം തുറന്നു. ചുരുക്കി പറയാം, സമരം നിന്നില്ല. ദൈവത്തിന് സ്തോത്രം. പൈസ ആർക്കും കൊടുക്കാൻ കാശ് കൊണ്ടായിട്ടില്ല, പക്ഷെ പുള്ളിയുടെ ടെൻഷൻ പോയി. ചുരുക്കി ഞാൻ പറയാം, ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പം അവിടെ സമരമില്ല. ബാങ്ക് ജപ്തി ചെയ്ത വീട് ബാങ്ക് തിരിച്ചു കൊടുത്തു. അവർക്ക് തന്നെ തീർന്നില്ല, കടബാധ്യതകൾ തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതിനാദ്യം നടന്നത്, അവൻ പ്രശ്നത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നില്ല, അവൻ്റെ ഹൃദയ കണ്ണ് തുറന്നു. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂരെ, നിൻ്റെ പ്രശ്നത്തിന് എന്തോ വലിപ്പമുണ്ടെന്നല്ല ചോദ്യം, പ്രയറിനകത്ത് നിൻ്റെ കണ്ണ് തുറന്നാൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഞങ്ങൾ ഇന്നിവിടെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഭൂമിയിലെ ഒരു നന്മയുടെ മെച്ചത്തിനല്ല നമ്മൾ വചനം പറയുന്നത്. നിൻ്റെ ഹൃദയക്കണ്ണ് തുറന്നു കിട്ടാനാ. ഇന്ന് നിൻ്റെ ഹൃദയക്കണ്ണ് തുറന്നാൽ നിനക്ക് പേടിക്കാതെ ജീവിക്കാം, ഭയപ്പെടാതെ ജീവിക്കാം, ശത്രുവിൻ്റെ വെല്ലുവിളിയിൽ കുരുങ്ങാതെ ജീവിക്കാം. അതിന് വേണ്ടത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. രണ്ടാമത് പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതൊന്ന് വായിച്ച് കേൾപ്പിച്ച്. എഫെസ്യ ലേഖനം, ദൈവത്തിന് സ്തോത്രം, 1-ാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു 16-17. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശം വിട്ടോ താഴെ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, അവിടെ തുടങ്ങും, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, ആരുടെ? ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അളക്കാൻ വയ്യാത്ത വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം പ്രാർത്ഥിക്കുന്നു. അനിപ്പാസ്റ്റർ അറിഞ്ഞാൽ പോരാ, ഓരോരുത്തരും അറിയണം. എന്താ? വിശ്വസിക്കുന്ന എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി അളക്കാൻ പറ്റുന്ന പവറല്ല, അത് നിങ്ങൾ തിരിച്ചറിയണം. നിന്റെ കാലാമത്തിലിട്ടാലും കൈക്കു ചങ്ങലയിട്ടാലും അതിനെ പൊട്ടിക്കുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങുന്ന ശക്തിയല്ല, വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന